നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വിസ്മയ മോഹൻലാൽ നായികയാവുന്ന തുടക്കം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒരു തരംഗമാവുകയാണ്. കാരണം മോഹൻലാലിൻ്റെ മകളാണ്. ആ സൗന്ദര്യമാർന്ന കണ്ണുകളും ആ ശാലീനതയുള്ള ആ നോട്ടവുമൊക്കെ ആ പോസ്റ്ററിനെ നമ്മൾ ആകൃഷ്ടരാക്കുന്നു. യഥാർത്ഥത്തിൽ വിസ്മയ മോഹൻലാൽ ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആയോധന കല പഠിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് പറയുന്നെങ്കിലും ഈ ചിത്രത്തിൽ കാണുന്ന മായയുടെ രൂപം വളരെ ശാലീനവും വളരെ പാവവും വളരെ സാത്വികവുമായ വളരെ സാധുവായ വളരെ നിഷ്കളങ്കമായ ഒരു മുഖം അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു ഒരു ഒരു യാത്രയിലാണ് ആ കുട്ടി. അതിൻ്റെ പിന്നിൽ ഒരു മുഖം, വളരെ തീക്ഷ്ണമായ കണ്ണുകളും വളരെ രൂക്ഷമായ നോട്ടവും. അപ്പോൾ അതൊരു പ്രണയിയാണോ അല്ലെങ്കിൽ അത് ഒരു പ്രണയ രോഗിയാണോ? ആ കുട്ടിയുടെ പിന്നിലിരിക്കുന്ന ഇരിക്കുന്ന ചെറുപ്പക്കാരൻ, അത് ജോക്കു എന്ന് പറയുന്ന ആശിഷ് ജോ ആൻ്റണിയാണ്, ശ്രീ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. ആ ജോക്കുവിൻ്റെ നോട്ടം വളരെ രൂക്ഷമായ നോട്ടവും പറന്നു നിൽക്കുന്ന മുടിയും പുരിക കൊടികളും ഒക്കെ അയാളുടെ കണ്ണുകളിലെ ഒരു രൗദ്രഭാവമാണ് തോന്നുന്നത്. പ്രണയമാണോ? ഈ പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട്. പ്രണയം പിടിച്ചു പറ്റാനായിട്ടുള്ളതാണോ? എന്ത് തന്നെയായാലും ഈ കുട്ടിയുടെ പിന്നിലിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ശ്രദ്ധയെ ആകർഷിച്ചു. പക്ഷേ ഇതെല്ലാം കണ്ട് കഴിയുമ്പോഴാണ് ആ ഫ്രെയിമിനുള്ളിൽ ഒരു അശരീരി പോലെ ഒരു രൂപം തെളിഞ്ഞു വരുന്നത്, സാക്ഷാൽ മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാവും എന്ന് കേരളത്തിലെ മോഹൻലാൽ ആരാധകർ, ഇന്ത്യയിലെ ലോകത്തിലെ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിപ്പോൾ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചപ്പോഴും അദ്ദേഹം ആ സിനിമയിൽ ഒരു രംഗത്ത് മോഹൻലാലായി തന്നെ അങ്ങനെ ഒരു നടനായി തന്നെ ഒരു സൈഡിലിരുന്ന്. അപ്പോൾ ഇതിലങ്ങനെയല്ല. ഇതിൽ ഈ ഫ്രെയിമിൽ, ഈ സിനിമയുടെ ഫ്രെയിമിനകത്ത് ഇതിൻ്റെ കഥയിൽ മോഹൻലാൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെയാണ് ആ പുറത്തു വന്ന രണ്ട് പോസ്റ്ററുകളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. അതെ, ഇപ്പോഴത്തെ സിനിമകൾ അതിൻ്റെ കഥാതന്തു എന്താണെന്നോ ഒന്നും നമുക്ക് അചിന്തനീയമാണ്. കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത ഓഡിയൻസിന് വല്ലാത്ത ഏത് തരത്തിലുള്ള കഥകളായാലും, ഫാൻറ്റസി ആയാലും ഹൊറർ ആയാലും സൂപ്പർ പവറുള്ള മനുഷ്യനായാലും ഗോസ്റ്റ് ആയാലും ഒക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന തരത്തിൽ പ്രേക്ഷകൻ്റെ ഒരു മനോനില മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ സാധാരണ രീതിയിലുള്ളവരല്ല എന്ന് ഈ പോസ്റ്ററുകൾ കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പവറുണ്ടാകും. കാര്യം ലോക എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാസ്മരിക വിജയം, അതിലെ ആ പ്രിയദർശൻ്റെ മകൾ ചെയ്ത കഥാപാത്രം കള്ളിയാങ്കാട്ട് നീലിയുടെ വേഷമായിരുന്നു. അതുപോലെ തന്നെ സർവം മായ, അതിലും ഒരു പെൺകുട്ടി ഗോസ്റ്റിൻ്റെ. പക്ഷേ ആ ഗോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടുള്ള ഒരു കൺസെപ്റ്റല്ല. അപ്പോൾ ഇത് ശാലീന സൗന്ദര്യവുമായി പോലെ ഇരിക്കുന്ന മായയാണ് നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു രൗദ്രഭാവവും ഒക്കെ ആവാഹിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, ഇതിനെല്ലാം നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് മോഹൻലാൽ. അപ്പോൾ പ്രേക്ഷകനും ആരാധകർക്കും ഒക്കെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ആശീർവാദ് സിനിമാസ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് മുമ്പോട്ട് പോകുന്നത്. കാരണം ജൂഡ് ആൻ്റണി ജോസഫാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം മികച്ച പ്രൂവ് ചെയ്തിട്ടുള്ള, അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സംവിധാന പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു മികച്ച സംവിധായകനാണ്. അപ്പോൾ അത്തരം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അത്തരം ഒരു സിനിമ, അതുമല്ല ഇതിനെ ലോഞ്ച് ചെയ്യുന്ന ആരെയൊക്കെയാണ്? മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ. അതുപോലെ ഈ മലയാളത്തിലെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാവെന്ന് പേരെടുത്തിരിക്കുന്ന ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ജോക്കു, ആശിഷ് ജോ ആൻ്റണി എന്ന് പറയുന്ന ജോക്കു. അപ്പോൾ അദ്ദേഹം അഭിനയം പഠിച്ചിരിക്കുന്നു. വിദേശത്തും മറ്റുമായി ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം അഭിനയവും പഠിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിസ്മയ മോഹൻലാൽ വിദേശത്തും മറ്റുമൊക്കെ ആയോധന കലയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു. അതുപോലെ ഈ സിനിമയുടെ ഏതാണ്ട് 10-75 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ ആ ഷൂട്ടിങ്ങുകളിലൊക്കെ ഫ്രാൻസിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെയുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സ് വന്നിട്ട് അതിഗംഭീരമായ ഫൈറ്റുകളും കാര്യങ്ങളുമാണ് ഇതുവരെ ചിത്രീകരിച്ചത്. അപ്പോൾ ഇതിലെ സീൻസും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ചിത്രീകരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ മോഹൻലാലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇതിൽ അങ്ങനത്തെ ഒരു മോഹൻലാലിൻ്റെ മുമ്പിലേക്കാണ് ഇവർ വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മോഹൻലാൽ ആവാഹിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു പോസ്റ്റർ ഡിസൈനിങ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെയാവും എന്ന് കാണാൻ മലയാള പ്രേക്ഷകർക്ക്, ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് വളരെയേറെ കൗതുകമുണ്ട്.